ആത്മാർത്ഥമായ സ്നേഹം എന്നുള്ളത് ആരിൽ നിന്നും പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല. നമ്മുടെ എളിമയാർന്ന പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അംഗീകാരം. ഇതുതന്നെയാണ് ആത്മാർത്ഥമായ സ്നേഹം. വിശ്വാമിത്ര മഹർഷിയെ ഭഗവാൻ മഹാവിഷ്ണു പഠിപ്പിച്ച ഈ പാഠമൊന്ന് കേട്ടുനോക്കൂ. ഒരേ കാലഘട്ടത്തിലെ രണ്ട് അജയ്യരായ സന്യാസിമാർ, വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും, അറിവിലും അനുഭവത്തിലും ഒരേപോലെ ശക്തരായിരുന്നുവെങ്കിലും എല്ലാവർക്കും ഉള്ളുകൊണ്ട് കൂടുതലിഷ്ടം വസിഷ്ഠ മഹർഷിയോടായിരുന്നു. ത്രിമൂർത്തികൾക്ക് പോലും വസിഷ്ഠ മഹർഷിയോടാണ് കൂടുതലിഷ്ടം എന്ന് ബോധ്യം വന്നപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നറിയാനായി വിശ്വാമിത്ര മഹർഷി മഹാവിഷ്ണുവിനെ സമീപിച്ചു. വിശ്വാമിത്ര മഹർഷി മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ തൻ്റെ സംശയം ഉണർത്തിച്ചു. ഭഗവാനെ, ഞാനും വസിഷ്ഠനും ഒരേ വിധത്തിൽ തപശക്തി നേടിയവരും ഒരേപോലെ കഴിവുള്ളവരുമാണ്. എന്നിട്ടും എല്ലാവർക്കും വസിഷ്ഠനോടാണ് ഇഷ്ടം. എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ദയവായി പറഞ്ഞു തന്നാലും. മഹാവിഷ്ണു വിനയപൂർവ്വം വിശ്വാമിത്ര മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, മഹാമുനെ, താങ്കളുടെ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം തരാൻ എനിക്ക് പ്രയാസമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി തരാം. അതിനായി കുറച്ചു കാലം ക്ഷമയോടെ കാത്തിരുന്നാലും. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മഹാവിഷ്ണു വസിഷ്ഠ മഹർഷിയെയും വിശ്വാമിത്ര മഹർഷിയെയും തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു. അതിഥികളെ ആദരിച്ചിരുത്തിയ ശേഷം മഹാവിഷ്ണു പറഞ്ഞു, മാമുനിമാരെ, നിങ്ങൾ ഇരുവരും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരാണ്. അതേപോലെ സദാ കർമ്മനിരതരുമാണ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെക്കാൾ താഴ്ന്നവരായ 101 പേരെ ഊട്ടണം. അതിനുശേഷം എന്നെ വന്ന് കാണുകയും വേണം. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹർഷിവര്യർ യാത്രയായി. പിറ്റേന്ന് തന്നെ വിശ്വാമിത്ര മഹർഷി 101 പകരം 1001 പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തി. നിറഞ്ഞ സന്തോഷത്തോടെ അടുത്ത ദിവസം തന്നെ മഹാവിഷ്ണുവിനെ വന്ന് കണ്ടു. തന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നിർവഹിച്ചതായി അറിയിച്ചു. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും വസിഷ്ഠ മഹർഷി എത്തിയില്ല. മഹാവിഷ്ണുവും വിശ്വാമിത്ര മഹർഷിയും ആകാംക്ഷയോടെ കാത്തിരുന്നു. കുറേയധികം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വസിഷ്ഠ മഹർഷി ക്ഷീണിച്ചവശനായി വൈകുണ്ഠത്തിലെത്തി. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ മഹാവിഷ്ണു ചോദിച്ചു, അങ്ങ് തീർത്തും അവശനായിരിക്കുന്നു. അങ്ങയെ ഏൽപ്പിച്ച കാര്യം പൂർത്തിയായോ? ഇത് കേട്ട് വസിഷ്ഠ മഹർഷി വളരെ വിഷമത്തോടെ പറഞ്ഞു, ഭഗവാനെ, ക്ഷമിക്കണം. അങ്ങ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. എന്നേക്കാൾ താഴ്ന്ന നിലയിലുള്ള ഒരാളെ പോലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷി മൃഗാദികൾ പോലും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ താഴ്ന്നവരെ ഊട്ടുന്നത്? ഇത് കേട്ട് ചെറുപുഞ്ചിരിയോടെ മഹാവിഷ്ണു വിശ്വാമിത്ര മഹർഷിയെ നോക്കി പറഞ്ഞു, എന്തുകൊണ്ടാണ് ലോകം വസിഷ്ഠ മഹർഷിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും ആരാധിക്കുന്നതെന്നും മനസ്സിലായില്ലേ? അങ്ങ് ലോകത്തുള്ളവരെല്ലാം അങ്ങയേക്കാൾ താഴെയുള്ളവരായി കണക്കാക്കുന്നു. എന്നാൽ വസിഷ്ഠ മഹർഷി എല്ലാവരും തന്നേക്കാൾ വലിയവരാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങയുടെ അഹങ്കാരത്തേക്കാൾ അദ്ദേഹത്തിൻ്റെ എളിമയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്.